സ്വയം ഇപ്പോൾ അവരെ അവതരിപ്പിക്കുന്നത് അവർക്കെതിരെ തന്നെയുള്ള ആയുധം നൽകലല്ലേ? യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിൽ പലതരത്തിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. അതെല്ലാം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് രാഷ്ട്രീയമായിട്ട് സംഘപരിവാറുമായിട്ടുള്ള ഇടപാടുകളിൽ ഗൗരവമുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നില്ല, അത് തെറ്റുപറ്റും. അല്ലാണ്ട് സംഘപരിവാരം അംഗമായിട്ടുള്ള ഒരാളെ വീട്ടിൽ വന്നപ്പോൾ ചായ കൊടുത്തതോ പൈസ കൊടുത്തതോ ഒന്നും ഒരു വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണില്ല. കാരണം പോരുത്. നേരെ മറിച്ച് രാഷ്ട്രീയമായിട്ട് സംഘപരിവാരത്തെ എതിർക്കേണ്ട സമയത്ത് എതിർക്കുന്നതിൽ ലീഗ് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഉദാഹരണം പിന്നെ ബാബരി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായത്. ശിലാന്യാസം നടക്കുന്ന സമയത്ത് അതുപോലും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു അവർക്ക്. അന്ന് സുലൈമാൻ സേഠിനെ പോലെ ആളിൽ ശക്തമായ നിലപാടെടുത്ത സമയത്ത് സേഠിനെ പുറത്താക്കുന്ന രാഷ്ട്രീയമാണ് അവരെടുത്തത്. അതിനുശേഷം 91 തെരഞ്ഞെടുപ്പിൽ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് മുമ്പ് ഞാൻ വടകര റിപ്പോർട്ട് ചെയ്ത ആളാണ്, ഞാൻ ബേപ്പൂർ റിപ്പോർട്ട് ചെയ്ത ആളാണ്. ഇവിടെയൊക്കെ തന്നെ സംഘപരിവാരത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അന്ന് ലീഗിൻ്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഷിയാബ് തങ്ങളുടെ അടക്കം ആളുകൾ വന്നിരുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഒരു സംഘപരിവാരത്തിൻ്റെ ഭീഷണിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നതിൽ ലീഗ് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ കാലം മാറി. ഇപ്പോൾ സമീപകാലത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ ലീഗ് കൂടുതൽ ശക്തമായിട്ട് കാര്യങ്ങൾ നിലപാടെടുക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവിന് ശേഷം, പ്രത്യേകിച്ച് UP തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ഖമറുന്നീസയ്ക്ക് പറ്റിയിരിക്കുന്ന ഈ തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്ഖലിതത്തെ ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവർക്കെതിരായിട്ട് നടപടി എടുക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. കാരണം അത് അവർ മാപ്പ് പറഞ്ഞ വിഷയമാണ്. അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോയത് ലീഗിനകത്തുള്ള ആഭ്യന്തരമായ തകരാറുകളുടെ ഭാഗമാണ്. ഏതോ ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. മറ്റൊരു നിലക്കും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഈ പ്രവർത്തനത്തെ. ശരി, ശ്രീമതി ഷീന ഷുക്കൂർ, ഇവിടെ ഖമറുന്നീസ അൻവറിനൊരു പിഴവ് പറ്റി. ആ പിഴവ് അവർ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളെ തന്നെ ബോധ്യപ്പെടുത്തി അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തു. പിന്നെയും അവരെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നതാർക്കാണ്? ഹലോ, പറഞ്ഞോളൂ. ഹലോ. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയത്തിലുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നവർക്ക് ഡുവൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്ന്, അവർ പാർട്ടിയോട് വിധേയത്വം കാണിക്കുക എന്നുള്ളതും, രണ്ട്, ഒരു ജനാധിപത്യത്തിൽ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും. അപ്പോൾ അത് വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ പല പാർട്ടികൾക്കകത്തും ഇതുപോലെ ചർച്ചകൾ നടക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കുന്നതും സാധാരണമാണ്. ഇവിടത്തെ ഇഷ്യൂവിൽ ഇത് ഒരു സ്ത്രീക്കെതിരെ ഉള്ള ഒരു ആക്ഷനായിട്ടും കൂടി വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ചർച്ചയെ ഞാനൊരു ഡിഫറൻ്റായിട്ട് കാണുന്നത്. ഇവിടെ ഇതിൽ ഖമറുന്നീസ അൻവറിനോ അല്ലെങ്കിൽ ഇതുപോലെ പല പാർട്ടികൾക്കകത്ത് ഇതുപോലെയുള്ള ചർച്ചകൾ വരികയും പാർട്ടി തീരുമാനങ്ങൾ എടുക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യേണ്ട അവസ്ഥകൾക്ക് കാരണം തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. കേരളത്തിനകത്ത് നമ്മളിത് സ്ഥിരം കാണുന്നതാണ്. അപ്പം അതിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവയർനെസ്, ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരായിരിക്കണം, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കണം, പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുമ്പം അവർക്ക് പാർട്ടിയോടുള്ള വിധേയത്വം എത്രമാത്രമായിരിക്കണം എന്ന് സ്വയം അറിയുകയും വേണം. പാർട്ടി അവരെ അറിയിക്കാൻ ബാധ്യതയുണ്ട്. രണ്ട് തരത്തിലുള്ള ഒരു അവയർനെസ് വീക്കനിങ് ഇവിടെ നടക്കുകയാണ് എന്നുള്ളതാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് നിലപാടുകൾ, ഏതൊക്കെ സാഹചര്യത്തിൽ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഖമറുന്നീസ അൻവർ ചെയ്ത തെറ്റിന്, രാഷ്ട്രീയമായുള്ള പിഴവിന് സമാനമായൊരു പരമ്പര തന്നെ ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല.
അല്ല, അതാ ഞാൻ പറയുന്നത്. ഞാൻ ഇത് ആര് ചെയ്താലും രാഷ്ട്രീയമായിട്ടുള്ള അവബോധത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന പിഴവുകൾ എങ്ങനെ റെക്ടിഫൈ ചെയ്ത് എടുക്കാമെന്നാണ് ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികളും ആലോചിക്കേണ്ടത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും അല്ല. ഇതിപ്പോൾ ഒരു ലേഡിയാണെന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞല്ലോ, ഡിഫറൻ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സാധാരണഗതിയിൽ പല പാർട്ടിക്കകത്തും പല രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അപക്വത കാണിക്കുകയും അതിനനുസരിച്ച് നടപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഇതെങ്ങനെ ഇനി മേലിൽ ഇതിങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ MSFന്റെ ദേശീയ നേതാവായിട്ട് ഒരു ലേഡി വന്നിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഇരുന്നിട്ടുള്ളത് ഒരു ലേഡിയാണ്. ഇതൊക്കെ അതുപോലുള്ള പല സ്ഥാനങ്ങളിലും മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ള ഫ്രീഡം മൂവ്മെൻറ്റിന് മുമ്പ് ഉള്ളതായിട്ട് നമുക്കറിയാം. അതുപോലെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. എത്ര കാര്യങ്ങൾ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കേഴ്സായിട്ട് ലോക്സഭയിൽ വന്നിട്ടുള്ളതിൽ CPM കോൺഗ്രസും ഒക്കെ എല്ലാ കാലഘട്ടങ്ങളിലും ഇന്നത്തെ കാലം പോലെ അല്ല, 1/3 സ്ത്രീകളായിട്ട് ഇരുന്നിട്ടുള്ള നിയമസഭ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ഇപ്പം അതാണോ സ്ഥിതി? ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ TV സുനിത, ഇവിടെ ലിംഗസമത്വത്തിൻ്റെ ഒരു പ്രശ്നം ഖമറുന്നീസ അൻവർ പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടില്ലേ? ഇപ്പോൾ മായിൻ ഹാജിയുമായിട്ടുള്ള ആ തർക്കം, ഇവിടെ ഷീന ഷുക്കൂർ പറയുകയുണ്ടായി, ഇതിനകത്ത് പൊളിറ്റിക്കൽ അവയർനെസ്സിൻ്റെ ഒരു പോരായ്മ, അതിൻ്റെ വീക്ക്നെസ്, അത് റെക്ടിഫൈ ചെയ്യൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മായിൻ ഹാജിക്കും അത് ബാധകമല്ലേ? എന്ന് മാത്രമല്ല, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന യോഗമാണത്. കഴിഞ്ഞ നവംബർ 10, 11, 12 തീയതികളിൽ ആ സമാപന സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പ്രമുഖരായ മുഴുവൻ ലീഗ് നേതാക്കന്മാരുമുണ്ട് ആ സദസ്സിൽ. അവിടെ വെച്ചാണ് ഇത്തരമൊരു ദുരനുഭവം അവർക്കുണ്ടാകുന്നത്. അന്ന് നീറിപ്പുകഞ്ഞിട്ടുള്ള അതൃപ്തി ഉണ്ടാകാം അവർക്കെതിരെ. നിയമസഭാ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിനെതിരെയുള്ള ചേരികൾ ഉണ്ടാകാം അവർക്കെതിരെ. ഇതെല്ലാം ഒരു രാഷ്ട്രീയമായൊരു വലിയ ശരി ഞങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ മറവിൽ ഇപ്പോൾ അങ്ങ് നടപ്പാക്കി ഖമറുന്നീസ അൻവറിനെതിരെയുള്ള നടപടിയാക്കിയത് മാറ്റാൻ ഒരു നീക്കം ആ പാർട്ടിക്കകത്ത് നടന്നിട്ടില്ലേ? അതിനെ ഒരു സംഘവിരുദ്ധതയുടെ ഒരു പൊയ്മുഖം അണിയിച്ചിപ്പോൾ അവതരിപ്പിക്കുകയല്ലേ ലീഗ് ചെയ്തിരിക്കുന്നത്? സമാനമായ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്താൽ അത് സ്ത്രീ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെ അത് കുറ്റമായി മാറുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരം, അതായത് പലപ്പോഴും ലീഗിനകത്ത് കൃത്യമായിട്ട് സ്ത്രീപക്ഷത്ത് നിലകൊണ്ട ഒരു വനിതാ നേതാവിനെ ഇങ്ങനൊരു അവസരം കിട്ടിയ സമയത്ത് അവർക്കെതിരെ ഇതൊരായുധമാക്കി ഒതുക്കാനുള്ള ശ്രമമായിട്ടാണ് നമ്മൾ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗൗരവമുള്ള നിരവധി കാര്യങ്ങൾ ലീഗിലെ പുരുഷ നേതാക്കൾ ചെയ്തപ്പോൾ ഒന്നും പാർട്ടിക്ക് ഇത്തരത്തിൽ ശക്തമായ ഒരു ആക്ഷൻ എടുക്കാൻ തോന്നിയിട്ടില്ല. അതൊരു സ്ത്രീ ചെയ്തപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്തു? അത് ശക്തമായ ഒരു ആക്ഷനായി മാറി. അപ്പോൾ അതിൽ വിഷയം BJP വിരുദ്ധതയല്ല, മറിച്ച് അത് സ്ത്രീ വിരുദ്ധതയാണ്. കാരണം സ്ത്രീകൾ ചെയ്യുമ്പോൾ മാത്രം വിഷയമാവുകയും അതേ കാര്യം പുരുഷന്മാർ ചെയ്യുമ്പോൾ വിഷയമാവാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് അത്ര നിസ്സാരമായി കാണേണ്ട വിഷയമല്ല. ശരി, ശ്രീ PK ഫിറോസ്, ഇവിടെ പല വിമർശനങ്ങളാണ് ഉയർന്നത്. ശ്രീ റഹീം അടക്കം പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ ഈ സഹകരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആശ്ലേഷം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹസ്തദാനം എന്ന് പറയുന്നത്, നിങ്ങൾ നാളുകളായി ചെയ്തു വരുന്ന രാഷ്ട്രീയമായ പിൻവാതിലിലുള്ള പിന്നണിയിലുള്ള സഹകരണത്തിൻ്റെ ചില പ്രത്യക്ഷീകരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഖമറുന്നീസ അൻവർ മാത്രമാണ് ഇതിലാകെ ഒരു വ്യതിചലനം ഉണ്ടായ വ്യക്തി. അവർക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തിരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി തെറ്റിദ്ധരുത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ശ്രീ റഹീം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, താൽക്കാലിക നടപടി എന്ന് പറയുന്നതിലെ തന്നെ ആർജവമില്ലായ്മയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വേണു ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. ഒന്ന് ഖമറുന്നീസ അൻവറിനെതിരെ എടുത്ത നടപടി തെറ്റായി പോയെന്നോ അല്ലെ കുറച്ചുകൂടി കടുത്ത നടപടി വേണമായിരുന്നോ, ഏതെങ്കിലും ഒരു നിലപാട് വേണം. ഇവിടെ ഖമറുന്നീസ അൻവറിനെതിരായ നടപടി ശരിയല്ല, പക്ഷേ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയേണ്ട ഒരു സദസ്സല്ല ഇത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രസക്തവുമല്ല. ഇവിടെ പറയുന്നത് നിങ്ങളത് താൽക്കാലിക നടപടി എന്ന് പറയുന്നതിലുള്ള നിങ്ങളുടെ ചുവടുമാറ്റമോ ചുവടുറപ്പില്ലായ്മയോ ഇവിടെ ഒരു വിമർശനം എന്ന നിലയിൽ ഉയർന്നു വന്നു എന്നതാണ്. അതൊരു ചോദ്യരൂപത്തിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ വേണു?
അല്ല, വേണു തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എനിക്കും ഒന്ന്, കാരണം ഈ ചർച്ചയിൽ പങ്കെടുത്ത ഏതാണ്ട് എല്ലാവരും പറഞ്ഞതിന് മറുപടി പറയാൻ ഞാനൊരാൾ എന്ന നിലക്ക് കുറച്ച് ഒരു സഹിഷ്ണുത എന്നോട് വേണു കാണിക്കണം. ഇപ്പം വേണു തന്നെ നേരത്തെ പറഞ്ഞ് നാടകീയമാക്കിയതിൽ അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളടക്കം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏതിനൊക്കെയാണ് മറുപടി പറയേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ ശ്രീ കെ എം ഷാജിയുടെ തന്നെ കാര്യം പറഞ്ഞു. കെ എം ഷാജി ഗുജറാത്ത് കലാപത്തിൻ്റെ പിന്നിൽ മോദിയല്ല എന്ന് എവിടെയാണ് പറഞ്ഞത്? കെ എം ഷാജി പറഞ്ഞ എന്താണ്? ഗുജറാത്ത് കലാപത്തിൻ്റെ പിന്നിൽ ഹിന്ദു താല്പര്യമല്ല, അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്, ബിസിനസ് താല്പര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. രാമക്ഷേത്രം BJP ഉയർത്തുന്നത് ക്ഷേത്രത്തോടുള്ള താല്പര്യം കൊണ്ടാണോ? ഇവിടെ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഇവിടെ സമത്വം നടപ്പിലാക്കണം എന്ന താല്പര്യം കൊണ്ടാണോ? അതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യം പൊളിറ്റിക്കലാണ്, അതല്ലെങ്കിൽ ബിസിനസ്സാണ്, അങ്ങനെ മറ്റു പല താല്പര്യമാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അത് ഷാജിയുടെ ശൈലിയിൽ അദ്ദേഹം സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നേരത്തെ റഹീം സംസാരിച്ചില്ലേ, ഈ മുസ്ലിം ലീഗ് ഓഫീസിൽ BJP നേതാക്കന്മാർ വന്നു എന്ന്. AKG സെൻറ്ററിൽ ചെന്നിട്ടില്ലേ രാജഗോപാൽ? അതിൻ്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടായോ? ഇപ്പോൾ ഇവിടെ വലിയ BJP വിരുദ്ധ സംസാരിക്കുന്ന റഹീമിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൊടിഞ്ഞി ഫൈസലിൻ്റെ കാര്യത്തിലൊക്കെ വാചാലമായില്ലേ? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു കൊടിഞ്ഞി ഫൈസലിൻ്റെ കാര്യത്തിൽ? എന്തുകൊണ്ടാണ് കൊടിഞ്ഞി ഫൈസലിൻ്റെ പ്രതികൾ മുഴുവനും ഏറ്റവും എളുപ്പത്തിൽ ജാമ്യം കിട്ടിപ്പോയത്? നിങ്ങളുടെ പോലീസിൻ്റെ നിലപാട് മൂലമല്ലേ? എന്നിട്ടാണോ നിങ്ങൾ കൊടിഞ്ഞി ഫൈസലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വാചാലമായി സംസാരിക്കുന്നത്? എന്താ നിങ്ങളുടെ നിലപാടുകൾ എന്താ? നിങ്ങളിപ്പോൾ ഒരു ഭാഗത്ത് BJPക്കെതിരായി പറയാൻ വേണ്ടി ഖമറുന്നിസ അൻവറിനെ പറയുന്നു. അതേ നിങ്ങൾ ഈ BJP ഉയർത്തുന്ന മൃദു ഹിന്ദുത്വത്തെ തലോടിയ കൂട്ടരല്ലേ? ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ പോലും, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടെ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞത് വർഗീയതയാണ് എന്ന് പറഞ്ഞവരല്ലേ? നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? കുറച്ച് കൂടുതൽ മാർക്ക് ആളുകൾ ജയിച്ചപ്പോൾ മലപ്പുറത്തുള്ളവർ കോപ്പി അടിച്ചിട്ടാണ് ജയിച്ചത് എന്ന് പ്രസ്താവന നടത്തിയ പറഞ്ഞപ്പോൾ ഇത്ര മാന്യമായിട്ടാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അല്ല ക്ഷമ ചോദിക്കണ്ട, ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി. നിങ്ങൾ പറഞ്ഞപ്പോൾ മുഴുവൻ ഞാൻ കേട്ടില്ലേ? നിങ്ങളെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ വീണ്ടും നിങ്ങൾക്ക് അവസരം തരും. എന്തിനത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? നിങ്ങൾ പറഞ്ഞപ്പോൾ മുഴുവൻ ഞാൻ കേട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഭാഗത്ത് പിന്നെ നിങ്ങൾ മൃദുഹുദ വീണ്ടും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഒരു ഭാഗത്ത് ഇവർ തരാതരം പോലെ മൃദുഹിതത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് എന്തിന് കേരളത്തിൻ്റെ നിയമസഭയിൽ തോമസ് ഐസക്ക്, ശ്രീ ഡോക്ടർ MK മുനീർ പുതിയ പഞ്ചായത്തുകൾ വിഭജിച്ചപ്പോൾ ആ പഞ്ചായത്തുകളുടെ മുസ്ലിം പോപ്പുലേഷൻ നോക്കി മുസ്ലിം പഞ്ചായത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആരാണ് ഇവിടെ ഈ പറയുന്ന BJP ഉയർത്തുന്ന മൃദു ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിച്ചത്? ലീഗ് ഏതെങ്കിലും കാലത്ത് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ലീഗിനറിയാം എങ്ങനെ ഫാഷിസത്തെ കൈകാര്യം ചെയ്യണമെന്ന്. BJP നേതാക്കന്മാരെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നിൽക്കലും അവർ കൈ നീട്ടുമ്പോൾ കൈ കൊടുക്കാതിരിക്കലുമൊന്നും അല്ല BJPയെ പ്രതിരോധിക്കാനുള്ള വഴിയെന്ന് ലീഗിനറിയാം. അതേസമയം അങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് ഉദ്ഘാടനം ചെയ്ത് മാധ്യമങ്ങളോട് അതിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? അത് തമ്മിൽ വ്യത്യാസമല്ലേ? നമ്മളെ കേരളത്തിനകത്ത് കൊടുക്കൽ വാങ്ങലുകൾ പുറത്തുള്ള രാഷ്ട്രീയം പോലെയല്ല. ഇവിടെ നിങ്ങൾ ഏറ്റവും വൈകാരികമായി എടുത്തൊരു വിഷയമാണ് ഈ അഹമ്മദിന്റെ ദാരുണമായ അന്ത്യം, അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് പോലും കാട്ടിയ അനാദരവ്. പക്ഷേ ഒരു സംശയം, ഇപ്പോൾ ശ്രീ ചെക്കുട്ടിയും പറയുകയുണ്ടായി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ലീഗിൻ്റെ നിലപാടിൽ താരതമ്യേന വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന്. പക്ഷേ ഈ മോദി അധികാരത്തിൽ വന്ന ശേഷം മുസ്ലിം രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട വിദേശകാര്യങ്ങളുടെ ചുമതല പാർലമെൻ്ററി തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അഹമ്മദിന് കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് തുടർച്ചയായി ഉണ്ടായിരുന്നു 10 വർഷം. അതേ പദവിയിൽ അദ്ദേഹം തുടർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാറുന്നതിനെപ്പറ്റി ഒരു ഘട്ടത്തിലും ആലോചന ഉണ്ടായില്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇതെൻ്റെ ബോധ്യമാണ്. തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഈ ഖമറുന്നിസ അൻവർ ചെയ്ത കുറ്റത്തെക്കാളൊക്കെ എത്രയോ വലിയ കോംപ്രമൈസാണ് ഫിറോസ്. അത് ഞാൻ പറഞ്ഞ വേണുവിൻ്റെ അബദ്ധമായ ബോധ്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗങ്ങൾ ഓരോ പാർലമെൻറ്റ് അഫയേഴ്സ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. അത് CPMന്റെ മെമ്പർമാർ അംഗങ്ങളായിരിക്കും, അംഗങ്ങളായിരിക്കും, കോൺഗ്രസിന്റെ മെമ്പർമാർ. ഇത് അങ്ങ് ആദ്യം സൂചിപ്പിച്ച പോലെ എന്റെ ഭാവനയല്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പെർഫോം ചെയ്യാൻ കഴിയുന്ന അല്ലല്ല, പാർലമെന്റിൽ പല സമിതികളുണ്ട്, അങ്ങനെ കിട്ടുന്ന ഒരു ചുമതലയല്ല. അവരുടെ സന്ദർശനങ്ങളുണ്ട്, അങ്ങനെയല്ല. ഗൗരവതരമായി കഴിഞ്ഞ UPA സർക്കാരുകളുടെ കാലത്ത്
ഔദ്യോഗിക പദവിയിലിരുന്ന വ്യക്തി എന്ന നിലയിൽ നിർവഹിച്ചിരുന്ന ചുമതല അങ്ങനെ തന്നെ തുടരുകയാണ് ഈ പറയുന്ന NDAയുടെ കാലത്തും മോദിയുടെ കാലത്തും അഹമ്മദ് ചെയ്തത് എന്നതായിരുന്നു വന്ന വിമർശനം. കേരളത്തിലെ ഒന്നാം നിര പത്രങ്ങൾ മുഴുവൻ എഴുതിയതാണത്. വേണോ ഏതെങ്കിലും പത്രത്തിൽ വാർത്ത വന്നോ എന്നുള്ളതല്ല, അതിൻ്റെ ശരിയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പത്രത്തിൽ വന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന മുഴുവൻ വാർത്തയും നമ്മൾ കണ്ടില്ലേ. ഒരു കുഞ്ഞു പ്രസവിച്ച ഉടനെ മറ്റേ ഇതും കയ്യിൽ പിടിച്ചു വന്ന ആ വാർത്ത തെറ്റായിരുന്നു എന്ന് നമ്മൾ ഇന്ന് കണ്ടില്ലേ. അപ്പോൾ അത് വാർത്തയിൽ വന്നു എന്നുള്ളതല്ല. അഹമ്മദ് സാഹിബ് ഒരു കമ്മിറ്റിയിൽ അംഗമാകുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇറാഖിൽ മലയാളികളായ കുറച്ച് ആളുകൾ ബന്ദികളാക്കപ്പെട്ടപ്പോൾ സുഷമ സ്വരാജ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പറഞ്ഞില്ലേ, ഈ അഹമ്മദിൻ്റെ ഇടപെടലാണ് അവരെ എളുപ്പത്തിൽ മോചിപ്പിക്കാൻ സഹായിച്ചതെന്ന്. അപ്പോൾ വിദേശ രംഗത്ത് അദ്ദേഹത്തിനുള്ള അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്താൻ കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കമ്മിറ്റിയിൽ അവരെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്നുള്ളത് അതൊരു പദവി കൊടുത്തല്ല. അത്രയും നിഷ്കളങ്കമായി പ്രതികരിക്കേണ്ട ഒന്നല്ല ഒരു ചുമതല പൊതുവിൽ കിട്ടിയ ഒരു കമ്മിറ്റിയുടെ ചുമതല. അങ്ങനെയല്ല അത്.